മാറ്റി പണിയോ? അല്ല, ഈ വീട്ടിലും അവര് കയറി മേഞ്ഞതാണല്ലോ. ഇനി ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഊണ് കഴിച്ച് എച്ചിൽ കൈയോടെ മുമ്പേ ഇറങ്ങിപ്പോയ അതുപോലെ ഞാൻ അവരെ ഇറക്കും. മമ്മി നിക്ക്. ഇപ്പൊ അങ്ങോട്ട് പോയാലേ മമ്മിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇടുക്കി, ഇത് എന്റെ വീടാ. നാണോ മാനോ ഉള്ളവരാണെങ്കിൽ ഞാൻ ചെന്ന് പറയുമ്പോ അവരിറങ്ങിയിരിക്കും. അതിന് വേണ്ട രീതിയിൽ പറയാനും എനിക്കറിയാം. മമ്മി അങ്ങോട്ട് ചെന്നാലേ നടക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സൂര്യ കരുതിക്കുട്ടി മമ്മിയെ നാണം കെടുത്തു. നമ്മളിവിടെ ഒതുങ്ങിയ ഒരു മുറിയിൽ ഇരിക്കുന്നതുകൊണ്ടാ അവ അടങ്ങുന്നത്. അതല്ല, നമ്മളിൽ ആരെങ്കിലും അവരിയ്ക്കുന്നിടത്തേക്ക് ചെന്നാലേ അവന്റെ സ്വഭാവം മാറും. മമ്മി ഒരു കാരണവശാലും അങ്ങോട്ട് പോവാൻ പാടില്ല. പിന്നെ എന്തു വേണോന്നാ നീയൊക്കെ ഈ പറയുന്നേ? കൂലിപ്പണിക്കാരനായ സുദേവന് രാജാവിന്റെ സ്ഥാനം, നമ്മള് വെറും 7-ാം കൂലി. ഏതേലും ഒരു മൂലയിലും മുറി അടച്ചിരുന്നോളണം അല്ലേ? മമ്മി ഒരു അവസരം വരുന്നവരെ കാത്തിരിക്കേ. അതല്ലാതെ ചേച്ചി പറഞ്ഞതുപോലെ നാണക്കേട് വിലക്ക് മേടിക്കണ്ട. വിജയ്, അറിയാം, മമ്മിയോട് പോയി നാണം കെടണ്ട. തനിക്കാണെങ്കിൽ നാണം കെടാനും വയ്യ. നാണം കെടാൻ പറ്റിയ ആള് ഇവിടെ ഇപ്പോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങോട്ട് പട്ടിയെ പോലെ പോകാനല്ലേ, വിളിച്ചെന്ന് കേൾക്കാനല്ലേ? ഞാൻ പോവാം. പിന്നെ വേണമെങ്കിൽ എല്ലാരും എന്നെ ഒന്നും നന്നായിട്ട് കണ്ടോ. അളിയന്റെ കണ്ണിപ്പെട്ടാലേ എന്റെ പണി അതോടെ തീരും. പിന്നെ ആന്റി, സഞ്ജയനത്തിന് ഇഡലിയും വടയും വേണ്ട, മസാല ദോശ മതി. എന്റെ അവസാനത്തെ ആഗ്രഹ. പോട്ടെ. ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്, 100 കണക്കിന് ഓഫീസ് സ്റ്റാഫുകളും ഉണ്ട്. അവരൊക്കെ പത്മയുടെ നേരെ ഒന്ന് നോക്കാൻ പോലും പേടിക്കുന്നവരാ. എന്നിട്ട് എന്റെ വീട്ടിൽ നടക്കുന്നതോ നേരെ മറിച്ച്. ഇപ്പൊ ഇത് വീടല്ല, സുദേവനും അവന്റെ കുടുംബവും കടന്നു കയറിയ തൊഴുത്ത. ഇവിടെ മാറി കൊണ്ട് മമ്മി എന്താ? എന്താ എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എല്ലാരും കഴിക്ക്. മോനിരിക്കുന്നില്ലേ? ഇല്ല മുത്തശ്ശി, ഇന്നത്തെ ദിവസം എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുന്നതാ എന്റെ ജോലി. നിങ്ങൾ കഴിക്കുന്നു, ഞാൻ അവസാനം വരെ വിളമ്പിക്കൊണ്ടേയിരിക്കുന്നു. എന്താ? എല്ലാം വിളമ്പി കഴിഞ്ഞില്ലേ? ഇനി സാറുകൂടി ഇരിക്കേ. ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്കായിട്ട് ഞാൻ വിളമ്പുന്നില്ല. എനിക്ക് തോന്നുന്ന പ്ലേറ്റിൽ നിന്ന് ഞാൻ എടുത്തു കഴിച്ചോളാം. എന്താ? മുത്തശ്ശി, എനിക്കൂടെ കുറച്ച് തന്നേ. എടുക്ക് മുത്തശ്ശി. ആ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ കഴിച്ചല്ലോ. ഇനി എല്ലാവരും തുടങ്ങിക്കോ. എന്താ നോക്കിയിരിക്കുന്ന? എല്ലാവരും കഴിച്ചോ? ഇനി അടുത്തത്. പിച്ചു, നിനക്ക് എന്തെങ്കിലും വേണോ? വേണ്ട. കാർത്തൂനോ? വേണ്ട ഏട്ടാ, എല്ലാം പ്ലേറ്റിലിരിക്കല്ലേ. പിച്ചു,
ഏട്ടൻ ഇതിന്നൊരു പിടി എടുക്കട്ടെ. എടുത്തോ. ആ മോളെ നന്ദിനി, ഇവനെ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ? പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സാറ് മദ്യപിക്കാതിരിക്കുമ്പോ സാറിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന്. ആ